ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ വിഷു കഴിഞ്ഞിട്ടുള്ള അടുത്തുള്ള ദിവസത്തെയാണ്. അപ്പം അന്നത്തെ ഒരു രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. ദോശ ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ദോശമാവ് കൊണ്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗാർഡനിങ് ഉണ്ട്, അത് ചെയ്യണം. ഇവിടെ തണുപ്പ് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു വരികയാണല്ലോ. അപ്പം വിഷു കഴിഞ്ഞതിൻ്റെ നമ്മൾ കണി കണ്ട വിത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പാകണം. പിന്നെ ഒരു മൂവിയും കൂടെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വൈകുന്നേരമാണ് മൂവി കാണാൻ പോകുള്ളൂ, കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഏട്ടന് വർക്കുള്ളതുകൊണ്ട് പിന്നെ അന്ന് രാവിലെ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ 5 മണിയുടെ ഷോ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ദോശ നമ്മൾ വിഷുവിൻ്റെ സാമ്പാറുണ്ടല്ലോ അത് കൂട്ടിയിട്ടാണ് കഴിക്കണത്. പിന്നെ വിഷുവിന് നമ്മൾ ഈ കണി കാണാനൊക്കെ വെച്ചിട്ടുള്ള പയറുകളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാൻ ഒരുമിച്ചിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. ആ കുതിർത്ത് വെച്ച് കഴിയുമ്പം അത് അടുത്ത ദിവസത്തേക്ക് പ്രോട്ടീൻ ദോശ പോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ എല്ലാ ടൈമിലും വിഷു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യണതാണ്. കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും എടുത്ത് ഇങ്ങനെ നമ്മൾക്ക് തിരിച്ച് പാത്രത്തിൽ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിടുകയാണെങ്കിൽ നമ്മൾക്കൊരു ദോശ ഉണ്ടാക്കാം അടുത്ത ദിവസം. അപ്പം ഈ ഒരു ദോശമാവും കുറച്ച് ഇതിൽ മിക്സ് ചെയ്യും, അങ്ങനെയാണ് ദോശ ഉണ്ടാക്കുക. അപ്പോൾ വിഷു കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കരമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കലായിരിക്കും. കാരണം വേറെ വഴിയില്ല, നമ്മൾ ആ വാങ്ങിയ ഫ്രൂട്ട്സൊക്കെ തീർക്കണമല്ലോ. അപ്പം പപ്പായ നന്നായിട്ട് പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ നല്ല പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചില സമയത്തൊക്കെ ഇങ്ങനെ വാങ്ങിക്കുമ്പം നല്ല കളറൊക്കെ ഉണ്ടെങ്കിലും ഉള്ളു നല്ല കളറുണ്ടാവും, പക്ഷേ കഴിച്ച് നോക്കുമ്പം അത്ര ടേസ്റ്റും മധുരമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു, കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ച് വയ്ക്കുകയാണ്. അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഗാർഡനിലെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോവാം. നമ്മുടെ അപ്പോൾ ഇത് വിത്തൊക്കെ ഇടാം. ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പം വിത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിനകത്താക്കിയിട്ട് വയ്ക്കാം. നമ്മൾക്ക് അകത്ത് തന്നെ വെക്കണം, കാരണം ഇന്ന് നല്ല ക്ലൈമറ്റ് ആണെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ രാത്രിയൊക്കെ ആകുമ്പോഴൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ നാളെയും മറ്റന്നാളും ഒക്കെ തണുപ്പ് തന്നെയാണ്. അപ്പോൾ കൃഷി ചെയ്യാൻ എന്തായാലും 2 പേരും കൂടെ ഉണ്ട്, ജാനൂട്ടിയും വിക്കിയും. പിന്നെ ഏട്ടന് വർക്കായതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിക്കിയാണ് വീഡിയോ എടുക്കണത്, കുറേ മൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇത് ഈ ഒരു പെൻസിൽ കണ്ടോ, ഇതിനകത്ത് വിത്ത് ഉണ്ടാവും ഇതിൻ്റെ പുറകിൽ. എന്നിട്ട് നമ്മൾക്ക് ആ വിത്ത് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പെൻസിൽ സാധാരണ പോലെ എഴുതാൻ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ പെൻസിൽ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടപ്പോൾ, അപ്പോൾ അത് വാങ്ങിയതാണ്. അപ്പം അതും അതുപോലെ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് സീഡ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷോപ്പിംഗ് വീഡിയോയും കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ വീടിനടുത്തുള്ള വാൾമാർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ പറയുമ്പോൾ വിത്തുകളും ചെടികളും ഒക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പം ഇത് നേരത്തെ വന്നതുകൊണ്ട് തന്നെ വിത്തുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, ചെടികൾ എല്ലാം വെക്കുന്നത് ഉണ്ടായിരുന്നുള്ളൂ. അധികം ഒന്നും കളക്ഷൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വിത്തുകളൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ ചെടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഹോം ഡിപ്പോ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ പോകണം. അത് പക്ഷേ പിന്നീടേ പോകുന്നുള്ളൂ. നന്നായിട്ട് ചെടിയൊക്കെ വന്ന് ഒരു മെയ് മാസത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ്. അതല്ലാതെ ഗാർഡനിങ് ഐറ്റംസ് വേറെ ഒരുപാടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് മണ്ണും വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ സ്റ്റോക്ക് ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മൾ ഓർത്തു പിന്നെ എന്തായാലും ഹോം ഡിപ്പോയിൽ പോകുന്നുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോകുന്നത് നമ്മൾ ഈ ഒരു വിത്തൊക്കെ ഒന്ന് വളർന്ന് അതിനുശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് പറിച്ച് നടണമല്ലോ. അപ്പോൾ ആ ഒരു നടുന്ന സമയത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിൻ്റെ ആ ഒരു വ്ളോഗ് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. വിത്ത് പാകുന്നതിനോടൊപ്പം തന്നെ ജാനുട്ടി അതൊക്കെ എടുക്കണമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ 3 പേരും കൂടെ വിത്തൊക്കെ പാകി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വിത്തൊക്കെ മുളച്ച് വരുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള വ്ളോഗൊക്കെ ഇടാം. അപ്പോൾ നമ്മളിപ്പം ഉച്ചയൂണിനത് സദ്യ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഭക്ഷണം ഉച്ചയൂണ് എപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. എത്ര കുറച്ചുണ്ടാക്കിയാലും നമ്മൾക്ക് അടുത്ത ദിവസത്തേക്ക് ഇതൊക്കെ ബാക്കിയുണ്ടാവും. പ്രത്യേകിച്ച് സദ്യയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കില്ലല്ലോ, ഇലയിൽ കുറച്ച് വിളമ്പിയിട്ട് അങ്ങനെയല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയൂണിന് പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി. പിന്നെ വിക്കിക്ക് പീനട്ട് ബട്ടർ വേണമെന്ന് പറഞ്ഞിട്ട് പീനട്ട് ബട്ടറും ബ്രെഡ് വേണമെന്ന് പറഞ്ഞപ്പം അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ മൂവിയൊക്കെ കഴിയുന്നവരെ വിശന്നിരിക്കണ്ടേ. അപ്പോൾ അത് ജസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ പറയുക, മൂവി
മൂവി കാണാൻ വേണ്ടി പോവാണ്. മൂവി ഇവിടുത്തെ അടുത്തുള്ള തിയേറ്ററാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഇവിടുത്തെ മൂവി തിയേറ്റർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്, വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ എവിടെയായിരുന്നു, വേറെ തിയേറ്ററായിരുന്നു. ഇതിപ്പം എന്തായാലും ഇവിടെ എന്താ നോർത്ത് ബ്രൂൺസ്വിക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ തിയേറ്ററിലോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. എന്തായാലും ഞങ്ങൾ ലേറ്റായി കുറച്ച്. ഏട്ടൻ ഇന്ന് വർക്കിംഗ് ഡേ കൂടെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റായത്. അപ്പോൾ നമ്മൾ പറയാൻ മറന്നുപോയി ഏത് മൂവിയാണ് കാണാൻ പോകുന്നതെന്നുള്ളത്. നിങ്ങൾ ഗസ് ചെയ്യുന്നുണ്ടോ? തുടരുമല്ല. ഞങ്ങൾ വിഷുവിൻ്റെ ടൈമിൽ പോയതല്ലേ, അപ്പം തുടരൊന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ബസൂക്ക കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു റീഗൽ സിനിമാസിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷോ തുടങ്ങിയോന്ന് അറിയത്തില്ല. നമ്മളപ്പോൾ റീഗൽ സിനിമാസിലെത്തി. ഇതാട്ടോ, ഇത് നൈറ്റ് കാണാൻ കുറച്ചുകൂടെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇത് ഫുൾ ലൈറ്റ് അടിക്കും. ലൈറ്റോ? നൈറ്റ് പോകുമ്പോൾ എടുക്കാം, തിരിച്ച് പോകുമ്പോൾ എടുക്കാം. ഓക്കെ തുറക്കൂ ടൈമായി. പടം തുടങ്ങിയോന്നറിയില്ല. പോപ്കോൺ വാങ്ങിക്കണം. ഇവിടെ ആണെങ്കിൽ ഇതുണ്ടാവില്ല, ഇൻ്റർവെൽ ഉണ്ടാവില്ല ഏട്ടാ, അല്ലേ? ഏതാണ് 16 ബസൂക്ക 16 55. ഓ 16 എവിടെയാ? 1 to 9. ഓക്കെ 10 to 18. നമ്മളിപ്പം ബസൂക്കയാണ് കാണാൻ വന്നിരിക്കുന്നത്. പോപ്കോൺ വേണ്ട പോപ്കോൺ. തിയേറ്റർ 15. റെസ്റ്റ് റൂമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ജാനുട്ടി തുടങ്ങി. എന്നാലും നമ്മൾ ജാനുട്ടിൻ്റെ ഫസ്റ്റ് തുടങ്ങിയിട്ടില്ല. ജാനുട്ടിൻ്റെ ഫസ്റ്റ് മൂവിയാണ് അല്ലേ? അപ്പം കാണിച്ചു തരാം എങ്ങനെയൊക്കെയാന്ന്. ഓക്കെ മനസ്സിലായി. ജാനുട്ടി ഇരിക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ അകത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ലേറ്റായി എന്ന് വിചാരിച്ചു, പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ സിനിമ ഇടാതെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഇട്ടിട്ടില്ല. നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിയിട്ട് വന്നു. പോപ്കോൺ ഇല്ലാതെ എന്ത് മൂവിയില്ലേ? എനിക്കാണെങ്കിൽ മൂവിനേക്കാളും ഇൻട്രസ്റ്റ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിച്ചുകൊണ്ട് കാണാനാണ്. അത് നേരത്തെ തന്നെ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൊതുവെ ഇൻ്റർവെൽ ഉണ്ടാവാറില്ല. ഞങ്ങൾ നേരത്തെ പൊന്നിയിൻ സെൽവനൊക്കെ കാണാൻ പോയ സമയത്ത് ഇൻ്റർവെൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വാങ്ങി വെച്ചതായിരുന്നു. പക്ഷേ ഇതിൽ ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവെല്ലാണ്. എന്തായാലും ഇൻ്റർവെൽ ഉണ്ടാവില്ല വിചാരിച്ചു, പക്ഷേ എന്തായാലും ഇൻ്റർവെൽ ഉണ്ട്. പക്ഷേ ഇത് നോക്കിക്കേ, 5 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തു പോയിട്ട് വന്നതാണ്. ഇനിയിപ്പം കുഴപ്പമില്ല, ഇപ്പം ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഇൻ്റർവെല്ലാണ്. നമുക്ക് മൂവി കഴിഞ്ഞതിന് ശേഷം ഞാൻ തിയേറ്ററൊക്കെ പോയിട്ട് കാണിക്കാം. എന്താണെന്ന് വെച്ചാൽ വരുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ മാത്രമാണുള്ളത്. അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് വന്നിട്ട് മൂവി മാറി കയറിയതാണോ എന്നറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും തിരിച്ചു പോയി. 4 മിനിറ്റിലതേ മൂവി തുടങ്ങും. മൂവി തിയേറ്ററും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അതിനകത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. എല്ലാവരും ഉള്ള തിരക്ക് പിടിച്ച തിയേറ്ററൊക്കെ ആണെങ്കിൽ ഒന്നും നടക്കില്ല. ഇപ്പം എന്തായാലും ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പതുക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാം. വീക്ക് ഡേ ആയതുകൊണ്ട് ആരുമില്ല. ഞങ്ങൾ വീക്ക് ഡേ നോക്കി ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എടുക്കാൻ സമാധാനമായിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ വരുന്ന സാറ്റർഡേ സൺഡേ ബിസിയാണ്. എന്തായാലും നമ്മൾ വന്നാൽ എന്തായാലും നല്ല അടിപൊളിയായിട്ട് സിനിമ കണ്ടു. നമ്മളിത് ഹോൾ തിയേറ്റർ ബുക്ക് ചെയ്ത പോലെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇരുട്ടാണ്. ഇനി വെളിയിൽ പോയിട്ട് ഞാൻ ഈ തിയേറ്ററൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാരണം വരുമ്പോൾ ഭയങ്കര ഓടിപ്പിടിച്ച് വന്നതാണല്ലോ. എന്ന് വെച്ചാൽ ഇവിടെ എനിക്കറിയില്ല അതെന്താ സിസ്റ്റം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ തിയേറ്ററുകളിൽ എന്തൊക്കെ ഓടുന്ന അവിടെ അല്ലേ, അതൊക്കെ നമ്മൾക്ക് പോയി കാണാം. അവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ തിയേറ്റർ കണ്ടോ 14, 15 ഏത് റോയിലാണോ വരുന്നത് അവിടുത്തെ ഫുൾ മൂവീസ് നമ്മൾക്ക് വേണമെങ്കിൽ ഇരുന്ന് കാണാം.
അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ബസ്സൊക്കെയാണ് ബുക്ക് ചെയ്തത്. അപ്പുറത്ത് എമ്പുരാനുണ്ട്, അവിടെയും ആളുകളൊന്നും ഉണ്ടാവില്ല, കാരണം വീക്കെൻഡ് അല്ല വീക്ക് ഡേ ആണല്ലോ. അപ്പം വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും അധികം ആരും വരില്ല. പിന്നെ ഇതിപ്പോൾ 5 മണി ആയതുകൊണ്ട് അത്രയും മൂവി കാണാൻ ക്രേസുള്ള ആളുകൾ ചിലപ്പോൾ വരും. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഏത് പടം വേണമെങ്കിലും കാണാം. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല, നമുക്ക് അവിടെ പോയി നോക്കാം. ഒരു സിനിമയ്ക്കല്ല, ഏത് സിനിമ വേണമെങ്കിലും കാണാമെന്നുള്ള രീതിയിലാണ് എൻട്രി കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം കുട്ടികളെയും കൊണ്ടൊക്കെ സിനിമ കാണാൻ വരുമ്പം ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ വേണം വരാനല്ലോ. അപ്പം ഇപ്പോഴാണെങ്കിൽ ഇവിടുത്തെ മലയാള സിനിമയാണെങ്കിലും ഇന്ത്യൻ സിനിമയും ഒക്കെ എല്ലാം വയലൻസ് ഒക്കെ കൂടുതലുള്ള മൂവീസാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് കാണണോ വേണ്ടതെന്നൊക്കെ ആദ്യം ഒരു പാരൻസ് ഗൈഡ് ഉണ്ടാവും, നമ്മൾക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും മൂവി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കി അത് മോഡറേറ്റ് ആണോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടോ അല്ലെങ്കിൽ മൈൽഡാണോ എന്നുള്ള ആ കാറ്റഗറി എല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ തീരുമാനിക്കുക കുട്ടികളെയും കൊണ്ട് പോകണോ വേണ്ടേ എന്നുള്ളത്. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മൂവീസാണ് കാണാൻ പോകുന്നതെങ്കിൽ അവരുടെ മൈൻഡും ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കൂളായിട്ട് തന്നെ ഇരിക്കും മൂവി കഴിയുമ്പം. ഇനിയിപ്പോൾ നമ്മൾക്ക് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയില്ല, പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഭക്ഷണം പിക്കപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് കഴിക്കാൻ വിചാരിച്ചു. ജാനൂട്ടിനി കുറച്ച് എന്താണ് ക്ഷമയൊക്കെ പോയിട്ടുണ്ട്. ഇത് ഇവിടെ നോക്കിക്കേ, നല്ലൊരു ലേക്കാണ്, കാണുന്നുണ്ടോ എന്നറിയില്ല. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ, നമ്മളിപ്പം ബേക്കറി അതുൽ ബേക്കറിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല ഇങ്ങനെ വടാപ്പാവൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ ഓർത്തു വടാപ്പാവിൽ ഒതുക്കാം നമ്മുടെ ഡിന്നറിന്. ഓ, പിസ്സ വേണോ? ഓ, ഇന്ത്യൻ പിസ്സ ആയിരിക്കും അല്ലേ? നോക്കട്ടെ, വെയിറ്റ് ചെയ്ത് നോക്കാം. വടാപ്പാവ് കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയപ്പോഴത്തേക്കും പിസ്സയിൽ ഓഫറൊക്കെ കണ്ടപ്പം എല്ലാവർക്കും പിസ്സ മതി. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇതൊരു ഇന്ത്യൻ കടയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള പിസ്സ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഇവിടെ നിറയെ പേസ്ട്രീസ് ഉണ്ട്, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം പേസ്ട്രി ഓർഡർ ചെയ്തു, അതുപോലെ പിസ്സയും. ഇതെന്തോ ഓഫർ ഉണ്ടായിരുന്നു ആ സമയത്ത്, 2 വാങ്ങിയാൽ 1 ഫ്രീ, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ പിന്നെ പിസ്സ വാങ്ങിച്ചു. അതൊരു പനീർ പിസ്സയും പിന്നെ വെജ് പിസ്സയും നോർമൽ ചീസ് പിസ്സയും കൂടിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പടമൊക്കെ കണ്ടു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു വിക്കി പടം? ഗുഡായിരുന്നു. We had a whole movie to ourselves. മൂവി തിയേറ്റർ. ഏട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ജാനുട്ടി പക്ഷെ അങ്ങനെ ഇരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് ജാനുട്ടിന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. പക്ഷെ ജാനുട്ടി ഇങ്ങനെ ഇരുന്നു, അധികം ബഹളമൊന്നും വെച്ചില്ല. അധികം നല്ല വലിയ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. മൂവി കുഴപ്പമില്ല, ക്ലൈമാക്സ് നല്ല അടിപൊളിയായിരുന്നു എന്തായാലും. അപ്പം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ പയറുകളില്ലേ, അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസമാണ്, ഇതിപ്പം സിനിമയ്ക്ക് പോയി വന്നതിന് ശേഷം എല്ലാവരും ടയേർഡായിട്ട് പിന്നെ അങ്ങ് കിടന്നു. അപ്പം അടുത്ത ദിവസം അത് കുതിർത്തത് അരക്കുകയാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങളായിട്ട് ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ പയർവർഗ്ഗങ്ങളും ഇടാം. ഞാനിപ്പം വിഷുവിന് എടുത്തതായതുകൊണ്ട് എല്ലാം ഉണ്ടായിരുന്നു. ചെറുപയറുണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു, വലിയ കടല, നട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ മുതിര, പരിപ്പ്, അങ്ങനെ പലതരം പരിപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളി, പച്ചമുളക്, കുറച്ച് ജീരകം, ഉപ്പിടുന്നുണ്ട്. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, പെരുംജീരകം വേണമെങ്കിലും ഇടാം. ഇത് ഇല്ലാതെയും സിമ്പിളായിട്ട് അരയ്ക്കാം. പക്ഷേ ഉള്ളിയും പച്ചമുളക് ഇട്ടാലാണ് ഈ ഒരു പ്രോട്ടീൻ ദോശയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. ദോശമാവ് നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ്. ഇത് മാവ് അരച്ച് വെച്ച് അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കും. പക്ഷെ ഞങ്ങൾ അന്ന് ജസ്റ്റ് അരച്ച് വെച്ചതേ ഉള്ളൂ, അടുത്ത ദിവസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ദോശ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ പയർവർഗ്ഗങ്ങളും ഒക്കെ ഉപയോഗിക്കാം. ഇന്നത്തെ വ്ളോഗ് എന്തായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.